നിങ്ങൾ വാമപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അത് നമ്മൾ സ്ക്വാട്ടിന്റെ രീതിയിൽ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ നേരെ നോക്കി ഇങ്ങനെ എഴുതി നിൽക്കുക. എന്നിട്ട് ഒരു 10 പ്രാവശ്യം എണ്ണിട്ട് എഴുതി നിൽക്കുക. വീണ്ടും നമ്മൾ സ്ക്വാട്ട് ചെയ്യണം. 1 2 3 പറഞ്ഞ് എണ്ണി അത് ചെയ്യുന്നു. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാൽമുട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇരിക്കാവുന്ന നോക്കുക. ജസ്റ്റ് ഇച്ചിരി നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാലിനെ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് കാലിങ്ങനെ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ 1 2. അത് കഴിയുമ്പോൾ അപ്പുറത്തെ കാലിനെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്നിട്ട് ഈ കാലിനെ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചു. അത് കഴിയുമ്പോൾ തിരിച്ച് നേരെ നിന്നിട്ട് കാലിങ്ങനെ വെച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒറ്റക്കാലിൽ നിൽക്കുക ഇച്ചിരി നേരം. അപ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ച് നിവർന്ന് ഒറ്റക്കാലിൽ നിൽക്കാവും. പിന്നെ അപ്പുറത്തെ കാല് പൊക്കിയിട്ട് ഇതുപോലെ തന്നെ ഒറ്റക്കാലിൽ നിൽക്കുക. കാലൊന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഭിത്തിയിൽ ഇരിക്കുക. അത് ജസ്റ്റ് ഒന്ന് ചാരി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര പറ്റുന്നോ അത്ര ബോഡി ഒന്ന് താത്തിയിട്ട് നമ്മൾ എണ്ണിക്കൊണ്ട് നിൽക്കുക. അവിടെ നീക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് ബോഡി ഇവിടെ ടച്ച് ചെയ്ത് കേൾക്കുക. വീണ്ടും നമുക്ക് ഇച്ചിരി കൂടെ ബോഡി താത്തി നേരെ ഇങ്ങനെ നിൽക്കാവുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഏറ്റു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാലിനെ ഈ സ്ട്രെച്ചിങ് കൊടുക്കുക. 1 2 3 4 5 6 7 ഇത് കൊടുക്കുക. പിന്നെ ഈ കാലിൻ്റെ മസിലിനുള്ള ഇതുകൂടെ കൊടുക്കുക. 1 2 3 4 5. ബട്ടർഫ്ലൈയും കൂടെ ചെയ്യുക. കാലിങ്ങനെ ചേർത്ത് പിടിച്ചു. കാലിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തുട ഇങ്ങനെ കയറി വരുന്ന രീതിയിൽ ചെയ്യണം. അയഞ്ഞു വരുന്ന രീതിയിൽ അത് ചെയ്തിട്ട് ബോഡീനെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഇവിടെ കൂടെ ഒന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കാലിനെ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ കാല് ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കണം. നേരെ ഇവിടെ ഒന്ന് ചെയ്തു. ഇപ്പുറം കൊടുത്തു. ഈ കാല് ടച്ച് ചെയ്തു. വീണ്ടും ഇതിനെ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചു. ഇങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഈ കാലിനെ മൊബിലിറ്റി കൊടുക്കുക. 2 3 4 5 6. ഇരിക്കുന്ന കൂടത്തിൽ പറ്റുമെങ്കിൽ കൈ നിലത്ത് കൊടുത്തിട്ട് 1 2 3 ഇത് പഠിക്കുക. വീണ്ടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കുക. ജസ്റ്റ് ഒന്ന് ചൈൽഡ് പോസിലും കൂടെ ഒന്ന് ഇരിക്കുക. എന്നിട്ട് മുന്നോട്ട് ഇങ്ങനെ ഒന്ന് കിടക്കുക. ഒന്ന് പുറമേ ആയിട്ട് കേൾക്കുക. ഇനി നമ്മൾ ബോൾ എടുക്കുന്നു. ഇങ്ങനെ കയ്യിൽ മാറി മാറി നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ നോട്ടം കയ്യിൽ കിട്ടണം. പിന്നെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് 1 2 3 4 ഇത് പഠിക്കുക. നിലത്ത് ഇപ്പോൾ തൽക്കാലം ഇട്ട് പഠിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ ബോഡീനെ ഒന്ന് അയക്കുക. 1. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നേരെ ബോഡി ഇങ്ങനെ വലിയണം. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ കൈയെല്ലാം വലിഞ്ഞു. ബോഡിയിൽ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ 2 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ഒരിക്കലും ഇങ്ങനെ ഇടരുത്. നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇട്ടു കൊടുക്കുക. വീണ്ടും നിങ്ങൾ ഇങ്ങനെ വളരുന്നു. ഇവിടെ കൈ 2 3 ഇട്ടു കൊടുക്കുക. ചാടിയില്ലെങ്കിൽ വീണ്ടും ഇത്രയും ചെയ്തിട്ട്